ഒരു സെക്കൻഡ്. ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീവില്ലാതെ എല്ലാവർക്കും സ്വാഗതം. പതിപോലെ 91ാമത്തെ പാട്ടുത്സവമാണ്. മ്യൂസിക് തെറാപ്പിയുടെ 91ാമത്തെ സെഷനാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ജോൺസൺ മാഷിനെയാണ് ഓർത്തത്. വീണ്ടും ഒരിക്കൽ കൂടി തീർച്ചയായിട്ടും അനേകം പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ പോകാൻ. തീർച്ചയായും ഷാബു സാറിന്റെ കൂടെ നമുക്കും ഒരു യാത്ര തുടങ്ങാം ജോൺസൺ മാഷിന്റെ ഓരോ പാട്ടുകളെ കുറിച്ചും. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഷാബു സാറിനെയും. ഷാബു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. താങ്ക് യു സാബു സാർ. അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ സ്നേഹ നമസ്കാരം. അപ്പൊ ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്തത് മഴയെ പറ്റിയാണ്. രാവിലെ സാറ് പ്ലാറ്റ്ഫോം ഓൺ ചെയ്ത് ആദ്യം എന്നോട് ചോദിച്ച അവിടെ മഴയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ മഴ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നല്ല മഴയുള്ള സമയത്ത് നമ്മുടെ കോലായിൽ ഒരു ചാരു കസേരയിൽ നമ്മൾ ഇരുന്ന് ഒരു കട്ടൻ കാപ്പി. ഞാൻ ഓഡിയബിൾ അല്ലേ സാർ? ഓഡിയബിൾ അല്ലേ? അതെ സാറേ. കയ്യിലൊരു കട്ടൻ കാപ്പിയും ചിറപറ പെയ്യുന്ന അങ്ങനെ മഴ, ആ കോലായിൽ ഒരു കസേരയിൽ ഇരുന്ന് കൂടെ ജോൺസൺ മാഷ പാട്ടുകൾ ഉണ്ടെങ്കിൽ അടിപൊളിയായി എന്നാ പറയാറ്. എല്ലാവരും പറയാറുണ്ട് അങ്ങനെ. ആ മഴ ഇങ്ങനെ ചെന്നം പിന്നം മഴ പെയ്യുമ്പോ ഒരു കട്ടൻ കാപ്പിയും ജോൺസൺ മാഷിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്കൊക്കെ ആ പൾസ് അറിയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ജോൺസൺ മാഷ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമ്മൾ ഈ 2 എപ്പിസോഡിലൂടെ അദ്ദേഹത്തിന്റെ ഒരു 5ഓ 10ഓ അല്ലെങ്കിൽ 15ഓ പാട്ടുകളിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്. പക്ഷേ കേരളത്തിൽ ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്ത വലിയൊരു റെക്കോർഡിന് ഉടമ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം ഒരു വർഷത്തിൽ 1991 എന്നുള്ള ഒരു വർഷത്തിൽ 31 ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്. 31 ചിത്രങ്ങൾക്ക്, 1, 2, 3, 4 ചിത്രമല്ല, 31 ചിത്രം. അത്രയും തിരക്കിലുള്ള ഒരു സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം. 90കളുടെ കാലത്തില് 2000-ന്റെ തുടക്കം വരെ ആ ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ. അതില് 31 ചിത്രങ്ങളിലും 28 ചിത്രങ്ങളിലും കൈതപ്രമായിരുന്നു അദ്ദേഹത്തിന് കൂട്ടായിട്ട് പാട്ട് എഴുതുവാനായിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോൺസൺ മാഷിനെ കുറിച്ച് പറയാമെങ്കിൽ ഒരു വെസ്റ്റേൺ നോട്ട് നമ്മുടെ ഭാരതീയ അല്ലെങ്കിൽ കേരള സംഗീതത്തിൽ കൊണ്ടുവന്ന അദ്ദേഹം പൂർണ്ണമായിട്ടും വെസ്റ്റേൺ നോട്ട്. അദ്ദേഹത്തെ നമ്മൾ ജോൺസൺ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്, നമ്മൾ പലരെയും മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മാസ്റ്റർ എന്ന് വിളിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഈ സംഗീത സംവിധായക മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. നല്ല അറിവുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഓക്കെ, അങ്ങനെ വിളിക്കാം നമുക്ക്. പിന്നെ കുറച്ച് പ്രായം ആവുന്ന ഒരാളെയും നമ്മൾ സാധാരണ മാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ജോൺസൺ മാസ്റ്റർ നമ്മൾ മാസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 30 വയസ്സായിരുന്നു. അപ്പൊ 30 വയസ്സുള്ള ഒരാളെ നമ്മൾ മാസ്റ്റർ എന്ന് അദ്ദേഹത്തെ വിളിക്കണം എന്നുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള കഴിവുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അദ്ദേഹത്തെ പറ്റി. 15 വയസ്സുള്ളപ്പോൾ ചർച്ചിലെ ഒരു കൊയർ ഗായകനായിട്ട് ഉദയം പ്രാപിച്ചതാണ് അദ്ദേഹത്തിന്റെ ആ ഇനീഷ്യൽ സ്റ്റേജ്. അപ്പൊ 15 വയസ്സുണ്ടായിരുന്നുള്ളൂ. ആദ്യകാലത്ത് അദ്ദേഹം സ്ത്രീ ശബ്ദത്തിലൊക്കെ പാടിയിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു ട്രൂപ്പൊക്കെ ഉണ്ടാക്കി, സംഗീത ട്രൂപ്പ്, വോയിസ് ഓഫ് ട്രിച്ചൂർ എന്ന് പറഞ്ഞൊരു സംഗീത ട്രൂപ്പ് ഉണ്ടാക്കി. ആ സംഗീത ട്രൂപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സംഗീത ഉപകരണങ്ങളും വായിക്കാനായിട്ട് ജന്മസിദ്ധമായിട്ടുള്ള ഒരു സഹജമായിട്ടുള്ള വാസന അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹം ഔദ്യോഗികമായിട്ട് പഠിച്ചിട്ടില്ല. ഇപ്പൊ ദേവരാജൻ മാസ്റ്റർ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി, ഞാൻ മാസ്റ്റർ എന്ന് വിളിക്കുന്നതിന്റെ ഒരു കാരണം പറയണത്, നമ്മൾ അല്ലെങ്കിൽ ദേവരാജ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി, അർജുനൻ മാസ്റ്റർ, ഇവരൊക്കെ സംഗീതം അഭ്യസിച്ചിട്ടുള്ളവരോ പഠിച്ചിട്ടുള്ളവരാണ്. അവർ പഠിച്ചിട്ടുള്ള വിദ്യ. പക്ഷെ ഔദ്യോഗികമായിട്ട് ജോൺസൺ മാസ്റ്റർ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം സഹജവാസനയിലൂടെയാണ് ഇതെല്ലാം സ്വാംശീകരിച്ചെടുത്തത്, നേടിയെടുത്തത്, അപ്ലൈ ചെയ്തത്. അപ്പൊ അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് സംഗീതത്തെ കുറിച്ചൊരു ജീനിയസ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് 20 വയസ്സിൽ അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞ് ഉടനടി പി ജയചന്ദ്രൻ, നമ്മുടെ ഭാവഗായകൻ, അദ്ദേഹത്തെ ദേവരാജൻ മാസ്റ്റർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പൊ ദേവരാജൻ മാസ്റ്റർ സ്കൂളിലായിരുന്നു അദ്ദേഹം എങ്ങനെ കമ്പോസിങ് ചെയ്യാം എന്ന് പഠിച്ചത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കണിശക്കാരനായിരുന്നു, കാർക്കശക്കാരനായിരുന്നു. സംഗീതത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാൻ അദ്ദേഹത്തിന് ചെയ്യുമായിരുന്നില്ല. അദ്ദേഹത്തെ പക്ഷെ പേഴ്സണൽ ലൈഫ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ തരത്തില് ചില ഡിസിപ്ലിൻ ഇല്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മദ്യപാനവും പുകവലി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ
പ്രൊഫഷണൽ ലൈഫിൽ അദ്ദേഹം സംഗീതത്തിന് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. അദ്ദേഹത്തിന് എന്താണ് ലഭിക്കേണ്ടത് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചാൽ മാത്രമേ അദ്ദേഹം ഓക്കെ പറയുള്ളൂ. അത്തരത്തിലുള്ളതായിരുന്നു. അതായത് ഏറ്റവും നമ്മൾ ആരാധിക്കലെ ബഹുമാനിക്കുന്ന യേശുദാസ് സാറിനെ കൊണ്ടുവരെ അദ്ദേഹം റീടേക്ക് എടുപ്പിച്ചിരുന്നു. ഒരിക്കൽ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള ഒരു ജേസി സംവിധാനം ചെയ്ത ഒരു പടം. അപ്പൊ അതിന്റെ റെക്കോർഡിംഗ് നടക്കുകയാണ്. ചെന്നൈയിലാണ് നടക്കുന്നത്, റെക്കോർഡിംഗ് നടക്കുന്നത്. അപ്പൊ അതിലൊരു പാട്ട് ഇദ്ദേഹം കമ്പോസ് ചെയ്ത് യേശുദാസ് വന്ന് പാടി കഴിഞ്ഞപ്പോ കൺസോളിൽ ഇരുന്ന് ജോൺസൺ പറഞ്ഞു, പാട്ടൊക്കെ മനോഹരമായിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഒരു പ്രാവശ്യം കൂടിയും സാർ ഒന്ന് പാടണം എന്ന് പറഞ്ഞു. അപ്പൊ യേശുദാസും സാധാരണ അങ്ങനെയൊന്നും പറയാറില്ല, പക്ഷെ അദ്ദേഹം സമ്മതിച്ചു പാടി. അങ്ങനെ പാടിച്ചു കഴിഞ്ഞ് അപ്പൊ സിനിമയുടെ സംവിധായകൻ ജേസിയാണ്. ജേസി ജോൺസണോട് ചോദിച്ചു, ജോൺസ അദ്ദേഹം ആദ്യം പാടിയത് നന്നായിരുന്നില്ലേ? രണ്ടാമത് പിന്നെ അങ്ങോരെ കൊണ്ട് പാടിക്കേണ്ട ആവശ്യമുണ്ട്? ഇല്ല, ഇവരൊക്കെ കാശ് മേടിച്ച് പോണതല്ലേ, ഇപ്പൊ ഒരു പ്രാവശ്യം കൂടി പാടിയാലും തെറ്റൊന്നും ഇല്ല, കുഴപ്പമൊന്നും ഇല്ല എന്ന് ജോൺസൺ പറഞ്ഞു. അങ്ങനെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് യേശുദാസ് കാറിൽ കയറി പോകാൻ പോകണം. അപ്പൊ ജേസി കൂടെ അനുഗമിച്ചു അദ്ദേഹത്തിന്റെ കൂടെ. അപ്പൊ കാറിൽ കയറാൻ നേരത്ത് യേശുദാസ് ജേസിയോട് ഒരു കാര്യം പറഞ്ഞു, എന്നെ കൊണ്ട് രണ്ടാമത് പാടിച്ചത് അവന്റെ ഒരു അഭ്യാസമായിരുന്നു. എനിക്കറിയാതല്ല, ഞാൻ നിങ്ങൾ കൺസോളിന് പുറത്ത് സംസാരിക്കുന്നത് എനിക്ക് ആംഗ്യഭാഷ നിങ്ങളുടെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ ഞാനത് എന്താണ് അനുസരിച്ചതെന്ന് വെച്ചാൽ, അവൻ സംഗീതത്തിൽ അറിവുള്ള ആളാണ്, എന്താണ് അവൻ ചെയ്യുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള അറിവ് അവനുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാനത് സമ്മതിച്ചത്. അത്തരം ഗായകർ വരെ അദ്ദേഹത്തിന്റെ എന്താ പറയാ സിദ്ധിയെ അവർക്ക് അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ പറഞ്ഞു വരുന്നത്. വളരെ വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് ഗാനങ്ങളിലൂടെയൊക്കെ പോയി. ഇപ്പൊ നമ്മള് കുറച്ച് ഗാനങ്ങൾ അദ്ദേഹം എല്ലാ ഗാനങ്ങളും നമുക്കിവിടെ പാടാൻ സാധിക്കില്ല. കുറച്ച് ഗാനങ്ങളെ നമുക്ക് പരാമർശിക്കാം, അത് കഴിഞ്ഞ് കുറച്ച് ഗാനങ്ങൾ നമുക്ക് പാടാം. ആ രീതിയിലായിരിക്കും നമ്മുടെ ഈ എപ്പിസോഡ് നമുക്ക് പോകുന്നത്. അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള കുടുംബസമേതം എന്നുള്ളൊരു ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കുടുംബസമേതം എന്നുള്ളൊരു ചിത്രത്തിലെ ജോൺസൺ മാഷിന്റെ ഗാനങ്ങൾ എന്തെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? നല്ലൊരു മെലഡിയാണ് ഉണ്ടായി. ദേവരാജ് മാഷെ ക്ലാസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മെലോഡിയസ് ആയിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം ചെയ്തത്. അല്ലാതെ ശാസ്ത്രീയ സംഗീതത്തിന്റെ കടുകട്ടിയായിട്ടുള്ള പ്രയോഗങ്ങളും അദ്ദേഹത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ രവീന്ദ്ര മാഷ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഗംഗയെ എന്നൊക്കെ പറയുമ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ നീട്ടി പിടിച്ച് നമ്മുടെയൊക്കെ തൊണ്ടയൊക്കെ ആ രീതിയിൽ എത്തുന്ന അഭ്യാസ പ്രകടനങ്ങളൊന്നും അദ്ദേഹം കാണിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം മെലഡിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിച്ചിരുന്നത് എന്ന് പറഞ്ഞു. ആ കുടുംബസമേതത്തെ ഒരു ഗാനം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. ഹിന്ദോളരാഗം നോവും തെന്നലിൻ നെഞ്ചിലേ ആദിതാളമേ തേങ്ങും കണ്ണീർ തുമ്പിയും താനേ വീണു ഊഞ്ഞാലുറങ്ങി ഹിന്ദോളരാഗം മയങ്ങി. മനോജ് കെ ജയൻ അഭിനയിച്ച മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു കുടുംബ സമേതം. അതിൽ തന്നെ വീണ്ടും മിൻമിനി പാടിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. നീലരാവിലിൻ താരഹാരമിളകി സോമബിംബ കാന്തിയും ശീതളാംഗമേകി എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള പാട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഗാനം നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ഗാനം എന്ന് പറയുന്നത് സല്ലാപം എന്നുള്ളൊരു ചിത്രത്തിലെ സല്ലാപം ചന്ദനച്ചോലയിൽ മുങ്ങിനീരാടിയൻ ഇളവാൻ കിടാവേ ഉറക്കമായിരുന്നു. ജോൺസൺ മാസ്റ്റർ അതുപോലെ തന്നെ കൈതപ്രം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 91 ആ കാലഘട്ടത്തിൽ കൈതപ്രം ജോൺസൺ ഏറ്റവും കൂടുതൽ കൂട്ടുകെട്ട്, കൈതപ്രം ജോൺസൺ അതുപോലെ തന്നെ കൈതപ്രം ONV എന്നുള്ളൊരു കൂട്ടുകെട്ടാണ് കൂടുതലുണ്ടായത്. അപ്പൊ അതിന് മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് സല്ലാപം എന്നുള്ള ഈ ഒരു പടത്തിലെ പാട്ട്. സുന്ദർദാസ് സംവിധാനം ചെയ്ത, ചാലക്കുടിക്കാരനായ സുന്ദർദാസ് സംവിധാനം ചെയ്ത, ദിലീപും അതുപോലെ തന്നെ
മഞ്ജു വാര്യരുടെ പ്രണയമൊക്കെ ആരംഭിക്കുന്നത് ഈ ഒരു ചിത്രത്തിലൂടെയാണ്. അതിന് ശേഷമാണ് അവരുടെയൊക്കെ പ്രണയമൊക്കെ ഡെവലപ്പ് ചെയ്ത് പിന്നീട് അവര് വിവാഹത്തിൽ വരെ എത്തിയത്. അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ചന്ദനച്ചോലയിൽ. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേയുറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ പൂന്തന്നലെ നിന്നിലെ ത്രിസുഗന്ധം എന്നോ മലാളി നീ നൽകിയോ ഏകാകിനിയവൾ വാതിൽ തുറന്നുവോ എന്തെങ്കിലും പറഞ്ഞുവോ എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയ ഇളമാൻ കിടാവേയുറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. പാടിക്കോളൂ. ചന്ദനച്ചോലയിൽ പറയാനാരുള്ള പാടൂ. സ്നേഹലതമാണോ? ബിനമാം പഠിക്കും. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. താങ്ക് യു സർ. നിങ്ങളെല്ലാവരും അതെ, നിങ്ങളെല്ലാവരും പാടുമ്പോ മൈക്ക് ഓൺ ചെയ്തിട്ടൊന്ന് പാട്. എല്ലാവരും ഇത് കാണട്ടെ ആരൊക്കെയാണ് പാടുന്നത്. വെറുതെ ശബ്ദം മാത്രം കേൾക്കുന്ന കാര്യം. ഇത് നമ്മൾ മാത്രമല്ല, നമ്മളൊരു കുടുംബങ്ങളല്ലേ, ഒരു കുടുംബത്തിലെ എല്ലാവരും അല്ലേ, പിന്നെ നമ്മൾ എന്താ ഒളിച്ചു വെക്കാനുള്ളത് കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഭാവം വരും, പാട്ട് നന്നാവും അപ്പോഴാണ് കേട്ടോ. ഓക്കെ, യെസ്, പാടിക്കോളൂ. യെസ്, ശീല മാം ഓൺ ചെയ്തു, വേണുഗോപാൽ സാർ ഓൺ ചെയ്തു, എല്ലാവരും ഓൺ ചെയ്തു. താങ്ക് യു. ഈ സംഗീതം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഓരോ വികാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാ. പുഞ്ചിരിയായിട്ട് ബന്ധപ്പെട്ട, ചിരിയായിട്ട്, സങ്കടം, അല്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും അതോട് ബന്ധപ്പെട്ട ഗാനങ്ങളുണ്ട്. മനസ്സിലായേ? അപ്പൊ അത് പാടുമ്പോ അത് ഉള്ളിലേക്ക് നമുക്കത് സ്വാംശീകരിക്കാനൊക്കെ നല്ലതാണ് നിങ്ങളൊക്കെ പാടുമ്പോ കേട്ടോ. അതുകൊണ്ടാ പാടിക്കോളൂ. ഞാൻ പാടാം ആദ്യം. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. ഓക്കെ, താങ്ക് യു. അടുത്ത ആള് പാടിക്കോളൂ. പാടൂ. പാടും പാടും. എന്നോടാണോ പറഞ്ഞത് സാറേ? ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ
വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമിയുറങ്ങിയോ. പൂന്തന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ. പൂന്തന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ. ഏകാകിനിയവൾ വാതിൽ തുറന്നുവോ, എന്തെങ്കിലും പറഞ്ഞുവോ. എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. താങ്ക് ഓക്കെ സാർ, താങ്ക് യു സാർ. യു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇനി ആരാ പാടുന്നത്? ബീന മാം ഉണ്ട്, ജോർജ് സാർ ഉണ്ട്, ഓമന മാം ഉണ്ട്, രാജേഷ് സാർ. പെട്ടെന്നാവട്ടെ, നമുക്ക് ഒരുപാട് ഗാനങ്ങൾ നമ്മളെ കാത്തു വിളിക്കണം, മാടി വിളിക്കണം. രണ്ടുപേരി വീതം പാടിയാൽ മതി, ഒത്തിരി ഒന്നും പാടണ്ട. രണ്ടുപേരും പാടാം സാർ. ആ, ഓക്കെ. മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. വൃശ്ചികരാത്രി തൻ പിച്ച പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. താങ്ക് യു. Thank you, sir. താങ്ക് യു. രണ്ടുപേരി നോക്കട്ടെ. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. പൂന്തെന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ. പൂന്തെന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ. ഏകാകിനി അവൾ വാതിൽ തുറന്നോ, എന്തെങ്കിലും പറഞ്ഞോ. എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ചന്ദനച്ചോറയിലേക്ക് വരാൻ പാടാനുള്ളവരൊന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, എനിക്ക് കാണാം. അൺമ്യൂട്ട് ചെയ്താൽ അപ്പൊ തന്നെ ഞാൻ വിളിക്കാം. ഓക്കെ, ഇനി സാറ് പഠിക്കപ്പോ. വേണുഗോപാൽ സാർ, വേണുഗോപാൽ സാർ. യെസ്, അറിയില്ല, ശ്രമിച്ചു നോക്കാം. നോക്കേ പിന്നെ തീർച്ചയായിട്ടും പാടും. ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമായോ. വൃശ്ചികരാത്രി തൻ പിച്ചക പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. പൂന്തന്നലെ നിന്നിലെ ശ്രീസുഗന്ധം എന്നോ മലാളി നിന്നു നീ നൽകിയോ. ഏകാകിനിയവൾ വാതിൽ തുറന്നുവോ, എന്തെങ്കിലും പറഞ്ഞുവോ.
എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ ചന്ദന ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ രക്തമായോ. താങ്ക് യു. ഷെർലി മാം മീറ്റ് ചെയ്തിരുന്നു. പറയൂ ഷെർലി മാം. ചന്ദന സൗണ്ട് മ്യൂട്ടായി പോയി. ഷെർലി മാം സൗണ്ട് മ്യൂട്ടായി പോയി. ഷെർലി മാമിന്റെ സൗണ്ട് മ്യൂട്ടായി പോയി. ഷെർലി മാം അൺമ്യൂട്ട് ചെയ്യണേ. കേൾക്കുന്നുണ്ടോ? ക്യാമറ ഓൺ ചെയ്തോളൂ. ഷെർലി മാം അൺമ്യൂട്ട് ആയി പോയല്ലോ. വേറെ ആരെങ്കിലും പാടുക? ഷെർലി മാം പാടിക്കൂ. ചന്ദന ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമാ വൃശ്ചികരാത്രിതൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ പൂന്തന്നലേ നിന്നിലേ ശ്രീസുഗന്ധം എന്നോമലാടിനിന്നു നീ നൽകിയോ പൂന്തന്നലേ നിന്നിലേ ശ്രീസുഗന്ധം എന്നോമലാളിനി നീ നൽകിയോ ഏകാകിനിയവൾ വാതിൽ തുറന്നുവോ എന്തെങ്കിലും പറഞ്ഞുവോ എന്നാത്മനൊമ്പരങ്ങൾ നീ ചൊല്ലിയോ ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാൻ കിടാവേ ഉറക്കമാ. താങ്ക് യു. താങ്ക് യു. ആരെങ്കിലും പാടുന്നുണ്ടോ? അല്ലെങ്കിൽ അടുത്ത പാട്ടിലേക്ക് പോകും? അടുത്ത പാട്ടിലേക്ക് പോവാം. ശരി, ഓക്കെ. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം. അനുരാഗിണി. യെസ്, ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ആരുടെയെങ്കിലും ഫേവറേറ്റ് പാട്ടാണോ അത്? ഒന്ന് പറയൂ. അനുരാഗിണി ഇതാ. പ്രേമിക്കാത്തവരാരുണ്ട് ഈ ഗ്രൂപ്പില്? എല്ലാവരുടെയും പ്രിയപ്പെട്ട പാട്ടാ സാറേ. അതെ, എന്താ പറഞ്ഞത്? ഞാൻ നേരത്തെ പറഞ്ഞു, മഴ പെയ്യുമ്പോ നമ്മളൊരു കപ്പ് കാപ്പിയുമായിട്ട് ജോൺസൺ മാസ്റ്റർ പാട്ട് ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ പ്രണയത്തിന്റെ ഭാവത്തിലും നമ്മൾ ആസ്വദിക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്, അനുരാഗിണി എന്നുള്ളത്. പലതരത്തിലുള്ള പ്രണയമുണ്ട്. അപ്പൊ പ്രണയത്തില് ചില പാട്ടുകൾ, ഒരു പാട്ടുണ്ട് അദ്ദേഹത്തിന്റെ, പവിഴം പൂ പവിഴാധരം പൂ പനിനീർ തുടുശോഭയും നിറമും മുഖസൗരഭവും ഈ ഒരു പാട്ടില് പ്രണയം ഉണ്ടെങ്കിൽ തന്നെയും അതൊരു എറോട്ടിക് പ്രണയമാണ്. ഒരു എറോട്ടിക് പ്രണയമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ അനുരാഗിണി എടുത്തിട്ടുണ്ടെങ്കിൽ അതില് പ്രണയത്തിന്റെ തന്നെ പല ഭാവങ്ങളുണ്ടല്ലോ. ഈ അനുരാഗിണി ഇതായൻ കരളിൽ എന്ന് പറഞ്ഞത് ഒരു പ്ലാറ്റോണിക് ലവ് ആണ്. പ്ലാറ്റോണിക് ലവ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മളൊരു പരിശുദ്ധ പ്രേമം ഇല്ലേ നമ്മള്, അതില് രതിയൊന്നും ഇല്ലാത്ത ഒരു പരിശുദ്ധമായിട്ടുള്ള ആ ഒരു പ്രണയത്തിന്റെ അതെ, വേണു നാഗവള്ളി മാധവിയും കൂടി അഭിനയിച്ചതാണ് ഈ മനോഹരമായ പാട്ട്. അപ്പൊ ഇതില് അതാ ഞാൻ പറഞ്ഞത്, ഒരു പ്ലാറ്റോണിക് ലവ് ആണ് ഇതിൽ വരുന്നത്, പ്രണയമാണോ. അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ഒന്ന് പാടി നോക്കാം. അനുരാഗിണി കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി
ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷപൂർണിമേ അനുരാഗി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. പാടിക്കോളൂ, മനോഹരമായിട്ടുള്ള പാട്ട്. കായലിൻ പ്രഭാതഗീതം കേൾക്കുമീ തുഷാരമേഘം നിറമേകും ഒരു ഉള്ളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം അനുരാഗിണി ഇതായി കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ഓക്കെ, ശ്രമിച്ചു നോക്കൂ. അടുത്താള് നോക്കട്ടെ. ആരാണ്? അഭിനമ. അനുരാഗിണി ഇതായിൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. അത് മതി, അത്ര മതി സാർ. ഓക്കെ സാർ. റോയ് സാർ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. റോയ് സാർ അഡ്മിറ്റ് ചെയ്യൂ. ആ പഴയ ഓർമ്മയൊക്കെ വെച്ചൊന്ന് പാട്. അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതാ എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരാളുള്ള പാടാൻ? രാജു സാർ ഒന്നും പാടുന്നില്ലല്ലോ. രാജു സാർ. സാറേ, എന്റെ ശബ്ദം അടഞ്ഞിരിക്കുക. സാരല്ല, ആ ശബ്ദം മതി. ഓക്കെ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി എൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അഭിലാഷ പൂർണിമേ. താങ്ക് യു സാർ. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ട്രൈ ചെയ്യാനുണ്ടെങ്കിൽ പറയൂ. ഷീല മേഡം. ജോർജ് സാർ വരുന്നുണ്ട്. ഷീല മാം. ഓക്കെ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു
ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ കായലിൻ പ്രഭാതഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ നിറമേകും ഒരു വേദിയിൽ കളികുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു മമ മോഹം നീയറിഞ്ഞു അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും പറയാനുണ്ടോ ഇനി? Anybody else? ഒന്ന് ശ്രമിച്ചു നോക്കാം. ആ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ കായലിൽ പ്രഭാതഗീതങ്ങൾ കിട്ടുന്നില്ല. താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. മനസ്സിൽ പ്രണയമുള്ളവരൊക്കെ ഈ പാട്ട് പാടണം കേട്ടോ. സൗണ്ട് ക്ലിയർ ഇല്ല. സൗണ്ട് ക്ലിയർ അല്ലേ? അതാണ്. മനസ്സിൽ പ്രണയമുള്ളവരെല്ലാം ഈ പാട്ട് പാടണം. പ്രണയം നമ്മുടെ അവസാനം കണ്ണടയുന്നത് വരെ പ്രണയം വേണം നമുക്കൊക്കെ കേട്ടോ. നമ്മൾ വയസ്സായി എന്ന് വിചാരിച്ച് ആരും മാറ്റി നിർത്തരുത്. പ്രണയം ജീവിതാവസാനം വരെ ഉണ്ട്. പ്രണയം വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ. താങ്ക് യു. താങ്ക് യു. സർ. അടുത്തതിലേക്ക് പോലെ കല്യാണി രാഗത്തിൽ തന്നെ വേറൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് ജോൺസൺ മാഷ് ചെയ്തിട്ടുണ്ട്. പാവം പാവം രാജകുമാരൻ എന്നുള്ള ഒരു സിനിമയില് ഒരു മനോഹരമായിട്ടുള്ള ഈ ഒരു മീറ്ററിൽ എന്നുള്ള ഒരു പാട്ടുണ്ട്. പാതിമെയ് മറഞ്ഞതെന്തേ സൗഭാഗ്യതാരമേ രാവിൻ നീലക്കലികയിൽ
ഏകദീപം നീ പാതിമൈ മറഞ്ഞതെന്ത് സൗഭാഗ്യതാരമേ. അപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സംഗീതവും വരികളും കൂടി എന്താ പറയാ ഇഴ ചേർന്ന് കിടക്കുന്നു അല്ലെങ്കിൽ ഒരുമിച്ചാണ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ഈ വരികളൊന്നും മാറ്റി നിർത്തിയിട്ട് അതിന്റെ സംഗീതം മാത്രം മനസ്സിലേക്കൊന്ന് കൊണ്ടുവരും. അപ്പൊ കവി ഉദ്ദേശിച്ച ആ ആശയം സംഗീതത്തിലൂടെ നമുക്ക് ജോൺസൺ മാസ്റ്റർ നമുക്ക് കൺവേ ചെയ്ത് തന്നിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. അതല്ലേ നമ്മൾ ഇപ്പോഴും ആ ജയകൃഷ്ണന്റെയും ക്ലാരയുടെയും ആ സിനിമ, പത്മരാജന്റെ ഒരു സിനിമയുണ്ടല്ലോ, അതിലത്തെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ആ BGM ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ്. വരികൾക്ക് പറയാൻ കഴിയുന്ന ആ സംഗീതം അല്ലെങ്കിൽ ആ അർത്ഥതലങ്ങൾ നമ്മളുടെ ആ സംഗീതത്തിന് മറ്റൊരു എന്താ ഭൗതികമായിട്ടുള്ള ഒരു സത്വം അത് സംഗീതത്തിലൂടെ കൺവേ ചെയ്യാനായിട്ട് ജോൺസൺ മാസ്റ്റർക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തെ ഒരുപാട് പേര് അവരുടെ എല്ലാ സിനിമകളുടെ റീറെക്കോർഡിങ്ങിലും ജോൺസൺ മാസ്റ്റർ ഉപയോഗിക്കുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഒരു വരികൾക്ക് ഈണം കൊടുക്കുന്നതിനേക്കാൾ ഉപരി പ്രയാസമേറിയൊരു ജോലിയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത്, സ്കോറിംഗ് എന്ന് പറയുന്നത്. പത്മരാജന്റെ 18ഓളം ചിത്രത്തിൽ, അല്ലെങ്കിൽ സത്യനന്ദിക്കാടിന്റെ അല്ലെങ്കിൽ പ്രിയദർശന്റെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ചിത്രങ്ങളിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജോൺസൺ മാസ്റ്റേതായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മള് ആ കണ്ണടച്ചിരിക്കുമ്പോഴും ആ സംഗീതം നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കൽ നമ്മുടെ കളക്ടറായിട്ടിരുന്ന ഒരു തൃശ്ശൂർ ഒരു ലേഡി ഉണ്ട്, ആലപ്പുഴ കളക്ടറൊക്കെ ആയിരുന്നു, പേര് ഞാൻ ഓർക്കുന്നില്ല. അവർ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവച്ചിരുന്നു. ഒരു പൊതുവേദിയിൽ വെച്ച് ജോൺസൺ മാസ്റ്റർ ഒരു അനുഭവത്തിൽ നിന്ന് വളരെ. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, എല്ലാ ഗായകർക്കും ഹിറ്റ് ഗാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ജോൺസൺ മാസ്റ്റർ ഗാനങ്ങളായിരിക്കും അവരുടെ കൂടെ. ഇപ്പൊ ചിത്രയുടെ ഒരു ഹിറ്റ് ഗാനം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അറിഞ്ഞ? ജോൺസൺ മാസ്റ്റർ ചിത്രയുടെ ഒരു ഹിറ്റ് ഗാനം ഒന്ന് ജോൺസൺ മാസ്റ്റർ ഇതിലൊന്ന് പറയും. രാജകുമാർ രാജഹംസമേ രാജഹംസമേ എന്നുള്ള ഏറ്റവും ഒരു ഹിറ്റ് പാട്ട്. അതുപോലെ തന്നെ ദാസേട്ടന്റെ പിന്നെ പറയേണ്ട ഒരുപാട് പാട്ടുകളുണ്ട്. എന്നാലും നമ്മൾ ദേവാങ്കണങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ? അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ വേറെ അവരെല്ലാത്തിലും ജാനകിയമ്മ ഞാൻ നേരത്തെ പറഞ്ഞു മകനെ പോലെയാണെന്ന് പറഞ്ഞു. ജാനകിയമ്മയുടെ സ്വർണ്ണമുകിലേ എന്നുള്ള പാട്ട്, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ നസീമ എന്നുള്ള പടത്തിലെ ഒരു പാട്ട്, ഗോപികയെ നിൻവിരൽ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരുപാട് പാട്ടുകൾ. അതുപോലെ തന്നെ വേണുഗോപാലിന്റെ ഏറ്റവും നല്ല പാട്ടുകൾ, മൈനാക പൊന്മുടിയിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ MG ശ്രീകുമാറിന്റെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, അതൊക്കെ എല്ലാ ഗായകർക്കും, ജയേട്ടന്റെ ഈ പറയണ മോഹം കൊണ്ട് അതൊക്കെ എല്ലാ ഗായകർക്കും അവർക്ക് അറിഞ്ഞു തന്നെ ഹിറ്റുകൾ നൽകിയിട്ടുണ്ട്. മിൻമിനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു നീലരാവിലെന്നും നിന്റെ, അതൊക്കെ എല്ലാവർക്കും ഹിറ്റുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ടാലന്റിനെ കുറിച്ചിട്ടുള്ള സംഗീതത്തിലുള്ള അവബോധമാണ് അദ്ദേഹത്തിന്റെ. ഓരോ ഗായകർക്കും ഏതു തരത്തിലുള്ള പാട്ടുകളാവും താല്പര്യം അല്ലെങ്കിൽ അവരുടെ വോയിസിന് ഇണങ്ങുക, അതനുസരിച്ചിട്ടാണ് അദ്ദേഹം കൊടുത്തത്. നമുക്ക് അടുത്തൊരു ഗാനത്തിലേക്ക് പോയാലോ? ഏതാണ് സാർ അടുത്ത ഗാനം? യെസ്, ഈ ഒരു പാട്ട് പാടാത്തതായിട്ട് ആരുമില്ല. ഭരതന്റെ മനോഹരമായിട്ടുള്ള ഒരു പടമാണ്. എന്താ പറയാ, പടത്തിന്റെ പേരെന്താണ്? ഒരു മിന്നാമിനിങ്ങിന്റെ ദേവനും പാർവതിയും തമ്മിലുള്ള ആ ഒരു എന്താ പറയാ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് വളരെ മനോഹരമായിട്ടുള്ള നമ്മളെയൊക്കെ കണ്ണീരണിയിച്ചൊരു പടമാണ് അവസാനം. നെടുമുടി വേണു ശാരദ. അതെ ടീച്ചറും മാഷൊക്കെ ആയിട്ട്. അപ്പൊ മേഡം തന്നെ സ്റ്റാർട്ട് ചെയ്തു ഈ പാട്ട്. ശീല മേഡം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരുകോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരി ഒരു മുളം തണ്ടിലൂടൊഴുകി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരിണം ഒരു മുളം
ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി. നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു സർ. താങ്ക് യു. അടുത്ത ആൾ ഞാൻ പഠിക്കോ. യെസ്. മുഖപടം പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടം നിലാവിന്റെ കുളിരു കോരി. നെറുകയിൽ അരുമയായി കുടഞ്ഞതാരു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൂരി. ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഓക്കെ, ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? റോയ് സാറ് പാടണം. സാറേ ഇത് റേഞ്ച് കിട്ടാത്ത സ്ഥലമാണ്. എന്നാണ് ഞാൻ ശ്രമിക്കട്ടെ സാറേ. പാടിക്കൂ. റോയ് സാറ് കുറച്ചു നേരം കൊണ്ട് പാടുന്നുണ്ട് സാറേ. സാർ ഒന്ന് പാടട്ടെ സാർ. ആ ശരി. അതേ ഈ ശീലാമാട ഒന്ന് പാടിക്കഴിഞ്ഞാൽ ട്യൂണ് പിടികിട്ടും. പാടാൻ എളുപ്പമാ. അല്ലെങ്കിൽ ഈ പാട്ട് സാർ കേട്ടിട്ടേ ഇല്ല. കേൾക്കാൻ രസാണ്. പാടട്ടെ, ഇടയ്ക്ക് വർത്തമാനം പറയില്ലേ, പാടട്ടെ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ ഒരു ഞാൻ പാടട്ടെ. പഠിക്കോ. സ്നേഹലത മേഡം പഠിക്കോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി. നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി. നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത ആൾ പഠിക്കോ. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം. ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം. ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പൻ കിടാവേ നിൻ പാകുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി. നെറുകയിൽ
അരുമയായി തുടങ്ങതാരോ. താങ്ക് യു സർ. ഓക്കെ, ഗോപകുമാർ സാർ പാടിയിട്ടില്ലല്ലോ. ഗോപകുമാർ സാർ പാടൂ. ഗോപകുമാർ സാർ കേൾക്കുന്നില്ലേ? ആളില്ലേ ഫ്ലോറില്? ഞാൻ പാടാനല്ല, ഈ സിനിമയുടെ പ്രൊഡ്യൂസർ എന്റെ ക്ലോസ് ഫ്രണ്ടാണ്, ബാബു തിരുവല്ല. ഇദ്ദേഹം തന്നെയാണ് അമരമൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത്. അമരം മനസ്സിലായി, കേട്ടിട്ടുണ്ട്. എന്റെ ശിഷ്യനാണ്. മെല്ലെ 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 മുഖപടം തല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർപ്പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയ ദായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. താങ്ക് യു സർ. ജോസഫ് സാർ ഉണ്ടല്ലോ ഫ്ലോറില്. ജോസഫ് ജോൺ ആ സാർ ഞാൻ വന്നു പാടിക്കഴിഞ്ഞോ? സാർ പാടൂ. ഒരു മിന്നുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴു കേൾക്കുന്നില്ലേ? ഇല്ല, ബ്രേക്ക് ആയി. ഒരു മിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പൂ പോൽ ആലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. കേൾക്കുന്നുണ്ടായിരുന്നോ? കേൾക്കാം. ഇടയ്ക്കൊന്ന് ബ്രേക്ക് വന്നു, കുഴപ്പമില്ല. പ്രസീത മാം പാടിയില്ലല്ലോ. പ്രസീത ഞാൻ നെറ്റ്വർക്ക് ചെറിയ പ്രശ്നമുണ്ട് സാർ, നോക്കാം. പാടി. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു.
നായർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വീരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വീരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങോ വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങോ വെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരോരുമറിയാത്തൊരാത്മാവിൻ തുടിപ്പൂ പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. താങ്ക് യു. താങ്ക് യു മാം. ജോർജ് സാർ ഇടയ്ക്കൊന്ന് വന്നിരുന്നല്ലോ. ജോർജ് സാർ, താങ്ക് യു സർ. പാട്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു. യെസ്, വെരി ഗുഡ്. ഇനി ആരാ? രാജു ഫിലിപ്പ് സാർ വന്നിരുന്നല്ലോ. രാജു സാർ. ഞാൻ പാടുന്നില്ല സാറേ, ശബ്ദം. ശരി, ഓക്കെ. വേറെ ആർക്കെങ്കിലും പാടാൻ കേട്ടോ. ഇനിയുണ്ടല്ലോ ആളുകൾ പാടാൻ. എനിബഡി എൽസ്? വിൻസെന്റ് സാർ, റോയ് സാർ. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഒരു രണ്ട് വരി ഞാനൊന്ന് പറയുന്നു. ഒരു മിന്നുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം കിളിവാതിൽ പഴുതിലൂടൊഴുകി വന്നു. ആരാരുമറിയാത്തോരാത്മാവിൻ തുടിപ്പൂ പോലാലോലം ആനന്ദ നൃത്തമാർന്നു. ആലോലം ആനന്ദ നൃത്തമാർന്നു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി. ഒരു കുടന്ന നിലാവിൻ കുളിരു കോരി നെറുകയിൽ അരുമയാ കുടഞ്ഞതാരോ. ഓക്കെ, അടുത്ത പാട്ട് ഒന്ന് പാടി നോക്കട്ടെ. പഠിക്കുന്നു. ഓക്കെ, ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലോടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലോടൊഴുകി
തൊഴുകി വന്നു ആയൊരു പെൺകിടാവേ നീ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു മെല്ലെ മെല്ലെ മുഖപടം കല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു. റോയ് സാർ കൂടെ പാടുന്നുണ്ട്. റോയ് ഞാൻ സാർ പാടിയായിരുന്നു സാറേ. പാടിയോ? ആ. ഓക്കെ. ബീനമ ഒരു ദിവസം ബീനമ കൂടെ പഠിക്കും. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ. താങ്ക് യു. വെരി ഗുഡ്. എല്ലാവർക്കും ജോൺസൺ മാഷ് ഇഷ്ടമായി. ഒരാളോടെ ഉണ്ട്. ഷേർലി മാം പാടിയോ? ഇല്ല, പാടിയിട്ടില്ല. പാടിക്കോ. ഷേർലി മാം പാടും. ഇതൊക്കെ നല്ല നമുക്ക് ഈ രസമായിട്ട് പാടാൻ പറ്റും. മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി ഉടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം ഇമ്പപ്പൂവായി വിരിഞ്ഞു ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. താങ്ക് യു സാർ. താങ്ക് യു. ഇനി ആരും പാടാനുണ്ടോ? ലാസ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത പാട്ടിൽ പോവാണ്. അടുത്ത സ്വല്പം സങ്കടമുള്ളൊരു പാട്ടാണ്. കണ്ണീർ പൂവിന്റെ കവിതയിലെ അതിക്ക് മുമ്പ് ഒരു പാട്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ നിങ്ങളെ. ഗുൽമോഹർ എന്ന് പറഞ്ഞൊരു സിനിമയില് ONV കുറിപ്പ് എഴുതി ജോൺസൺ ഈണം നൽകിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. രണ്ടുപേരും മാത്രം പാട്ട്. സാർ ഒരു സെക്കൻഡ്. ജോഷി സാർ പാടുന്നുണ്ടോ? ഇതല്ലേ കണ്ണീർ പൂവിന്റെ അല്ലേ? അല്ല, അത് പാടാൻ വരട്ടെ. അതിക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് പാടാം. കണ്ണീർ പൂവിന്റെ വരട്ടെ. കണ്ണീർ പൂവിന്റെ പടം വരട്ടെ. മുമ്പത്തെ പാട്ട് ഏതാ? മുമ്പത്തെ പാട്ട് മെല്ലെ 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 മെല്ലെ.
മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊരുങ്ങി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിന്റെ കുളിരു കോരി നെറുകയിൽ കടന്നതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊരുങ്ങി. ഓക്കെ, അടുത്ത പാട്ട് പാടാം. ഓക്കെ, അടുത്ത പാട്ട് വെച്ചോളൂ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കണ്ണീർ പൂവിന്റെ മുമ്പ് ഒരു പാട്ട് ഞാൻ ഓർമ്മിപ്പിക്കാൻ നിങ്ങളത്. ഗുൽമോഹർ എന്ന പടത്തില് ONV എഴുതി ജോൺസൺ മാഷി വിജയ് യേശുദാസും അതുപോലെ തന്നെ ശ്വേതമോഹനൊക്കെ പാടി. ഒരു നാൾ ശുഭരാത്രി നേർന്നു പോയി നീ ഇതിലേ ഒരു കിനാവായി വന്നു നീ. നല്ല പടം. സംവിധായകൻ രഞ്ജിത്ത് അഭിനയിച്ച ഒരു സിനിമയും കൂടിയാണ് ഗുൽമോഹർ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് കണ്ണീർ പൂവിന്റെ, അതായത് കണ്ണീർ പൂവിന്റെ പറയുമ്പോ എന്താ പറയാ, കിരീടത്തിലെ സേതുമാധവൻ എന്നുള്ളൊരു കഥാപാത്രത്തിന്റെ ആത്മസംഘർഷങ്ങൾ മുഴുവൻ മനോഹരമായിട്ട് ഇതിൽ ഒപ്പിയെടുത്തൊരു ഗാനമാണ് കണ്ണൂർ പൂവിന്റെ. കാരണം MG ശ്രീകുമാറിന്റെ ഏറ്റവും നല്ലൊരു ഹിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ഗായകർക്കും ജോൺസൺ മാഷ് അവരുടെ കരിയർ ബെസ്റ്റ് ഹിറ്റുകൾ നൽകിയിട്ടുണ്ട്. അതിൽ MG ശ്രീകുമാറിന്റെ കരിയർ ബെസ്റ്റ് ഹിറ്റാണ് ഈ ഒരു കണ്ണീർ പൂവിന്റെ എന്നുള്ളൊരു പാട്ട്. ജി ശ്രീകുമാർ നാഷണൽ അവാർഡ് കിട്ടിയ നാഷണൽ അവാർഡ്. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു. പോയോ? പാട്ട് പോയില്ലോ. പാട്ട് പിന്നോട്ട് പോയി. യെസ്, ഓക്കെ. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു. സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ കനിവേകുമീ വെൺമേഘവും മഴനീർക്കനമായി മറഞ്ഞു. ദൂരെ ഉള്ളോർ കൂടം കേണുറങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം പാട്ടിൽ മൂവി മറുവാക്ക് കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്നേ മറഞ്ഞു. എന്റെ ഉള്ളോർ കുടം പോലെ തേങ്ങി. പഠിക്കോളൂ. ഞാൻ പാടട്ടെ സാറേ? കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി ഈണം പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു. സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു.
കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയന്തേ മറഞ്ഞു. അടുത്ത ആരാണ് പാടുന്നത്? അഡ്മിറ്റ് ചെയ്യും. ബീനമ ആരാണ്? പ്രസീതമ. താങ്ക് യു. ജോർജ് സാറേ, ജോർജ് സാറ് വാ. ജോർജ് സാർ പാടിക്കുക, എന്നിട്ട് മതി. ഓക്കെ, ജോർജ് സാർ എത്തി. ജോർജ് സാർ എത്തി. ഒരു സെക്കൻഡ്. ജോർജ് സാർ കണ്ണീർപ്പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയന്തേ മറഞ്ഞു. എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയന്തേ മറഞ്ഞു. എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പിയന്തേ മറഞ്ഞു. എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി. ബൈ. ജോർജ് സാർ, ജോർജ് സാർ വരൂ. വേറെ ആരെയാ? ഷെർലി മാം പാടിക്കൂ. പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു. ദൂരെ ഉള്ളോർ കുടം കേണുറങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു. എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി. താങ്ക് യു. ഓക്കെ, ഇനി ആരാ വരുന്നേ? പാടട്ടെ സാറേ? പാടുന്നില്ലേ?
ആ രമാവതിമം പാടിയിട്ടെ ആ അതെ ഓക്കെ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി വാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്ന് സൂര്യതാപമായി കാതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേകുമീ പെൺമേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർക്കുടം കേണുറങ്ങി. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി ആയിരം കൈ നീട്ടി നിന്നു സൂര്യതാപമായി കാതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിഞ്ഞു കനിവേഗമീ കൺമേഘവും മഴ നീക്കിനാവായി മറഞ്ഞു ദൂരെ ഉള്ളോർക്കുടം കേണുറങ്ങി. ഒരു കുഞ്ഞു പാട്ടായി വിതുമ്പി മഞ്ഞു പൂജോലയെന്തോ തിരഞ്ഞു ആരെയോ തേടി പിടഞ്ഞു കാറ്റു ഒരുപാടു നാളായലഞ്ഞു പൂന്തന്നലിൽ പൊന്നോളമായി ഒരു പാഴ്കിരീടം മറഞ്ഞു കഥനങ്ങളിൽ തുണയാകുവാൻ വെറുതെ നിറഞ്ഞൂരം എന്നു ഉള്ളോർക്കുടം പോലെ വിങ്ങി. താങ്ക് യു. ഓക്കെ സാർ. ജോർജ് സാർ. താങ്ക് യു സർ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു
എൻ്റെ പുള്ളോർ കുടം പോലെ തേങ്ങി. താങ്ക് യു സർ. നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റുന്നതുകൊണ്ടാണ് ഈ 4 വരി കഴിഞ്ഞിട്ടൊക്കെ പാടണമെന്ന് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ലിസ്റ്റ്, പാട്ടിൻ്റെ ലിസ്റ്റ് എപ്പോഴും നമ്മൾ പാട്ട് വിശേഷത്തിൻ്റെ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കൊള്ളുക. എന്നിട്ട് ഈ 1-2 പാട്ടുകൾ നമ്മളൊന്ന് ജസ്റ്റ് പഠിച്ചിട്ട് 4 വരി പാടാൻ മതി. ഓക്കെ, ഓമന മാം പഠിക്കും. ഞാൻ പറയാം. പഠിക്കും. ഓമന മാം കേൾക്കുന്നില്ലല്ലോ, എവിടെ പോയോ? കട്ടായിപ്പോയി. ജോർജ് സാർ, പഠിക്കൂ. സാറിനെ ഞാൻ വിളിച്ചത് റോയ് സാർ. നീർപ്പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി നീർപ്പൂവിന്റെ കവിളിൽ തലോടി. ഓക്കെ, ഇനി ആരെങ്കിലും പാടുന്നുണ്ടോ? ഷീലാമ പാടൂ. ഉള്ളോർക്കുടം പോലെ തേങ്ങി. ഓക്കെ സാർ, താങ്ക് യു സാർ. ഞാനുള്ള നാസിം മാം, ആരെങ്കിലും പാടാണെങ്കിൽ പാടൂ. ഇതുകൊണ്ട് നമുക്ക് നിർത്താം. വന്നു പഠിക്കും. മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുൽക്കുടം പോലെ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർക്കുടം പോലെ തേങ്ങി ഉണ്ണിക്കിനാവിന്നു നൽകാൻ. ഓക്കെ, ഇനി ഓമന മാം കൂടെ പാടൂ. അൺമ്യൂട്ട് ചെയ്ത് പാടൂ, പെട്ടെന്ന് പാടൂ. സുരമാതന്റെ ശോകം വിട ചൊല്ലവേ ജലരേഖകൾ വീണലിഞ്ഞു കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ഈണം പാട്ടിൽ മുങ്ങി കേൾക്കാൻ കാത്തുള്ളതേ എന്തേ ഓക്കെ, നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ ഒരു പാട്ട് ദശരഥം എന്നുള്ള ഒരു സിനിമയിലെ പൂച്ചൽ ഗാദർ എഴുതിയിട്ട് ജോൺസൺ മാഷൻ ചെയ്യുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാനമാണ്. 2 വരി പാടാം. അതിൽ മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു.
ഇത് വേറെ ഒരു ചലച്ചിത്രത്തിൽ അദ്ദേഹം BGM ആയിട്ട് ഈ ഒരു പാട്ടിന്റെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 100 പീസ് ഓർക്കസ്ട്രയൊക്കെ വളരെ ഭംഗിയായിട്ട് ശ്രുതിശുദ്ധമായിട്ട് നയിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കൈവിരൽക്കൊത്ത് കൈ ചലനങ്ങൾക്ക് സിംഫണിയൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അദ്ദേഹത്തിന് അവരുടെ കൈ ചലനങ്ങൾക്ക് ഒൽപ്പിച്ച് ആ ഓർക്കസ്ട്ര വളരെ കൃത്യമായിട്ട് വയ്ക്കും. അതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് മ്യൂസിക് കണ്ടക്ടർ എന്ന് പറയുന്ന വാദ്യോപകരണങ്ങളെയൊക്കെ സമന്വയിപ്പിച്ച്, അതായത് ഒരു പാട്ടിനുള്ള BGM എല്ലാം സെറ്റ് ചെയ്ത് അത് ഉണ്ടാക്കുന്ന ഏറ്റവും മികച്ച ഒരാളായിരുന്നു ജോൺസൺ മാസ്റ്റർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു അനുയായി ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് രാജാമണി എന്നുള്ളത്. ചിദംബരനാഥിന്റെ പഴയ മ്യൂസിക് ഡയറക്ടർ ചിദംബരനാഥിന്റെ മകനായിരുന്നു ഈ രാജാമണി എന്നുള്ളത്. അപ്പൊ അവര് തന്നെയായിരുന്നു ഒരു 100 പീസ്. അപ്പൊ അദ്ദേഹം എപ്പോഴും ഗിറ്റാറിനെയാണ് പ്രണയിച്ചത്. ആദ്യം അദ്ദേഹം ഹാർമോണിയത്തിലായിരുന്നു പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിരുന്നത്. പിന്നീട് അദ്ദേഹം അത് ഗിറ്റാറിലേക്ക് മാറി. അദ്ദേഹത്തിന്റെ തൃശ്ശൂർ നെല്ലിക്കുന്നിലുള്ള ചർച്ചിലുള്ള അദ്ദേഹത്തിന്റെ സെമിത്തേരിയിൽ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് ആ തോളിൽ ഗിറ്റാർ തൂക്കിയിട്ട ജോൺസൺ മാസ്റ്ററാണ്. ആ കല്ലറയിൽ അദ്ദേഹത്തിന്റെ ആ ചിത്രം കുത്തിവെച്ചിരിക്കുന്ന ആ ഒരു ചിത്രമാണ്, ഗിറ്റാറിനെ പ്രണയിച്ച ഒരു ചിത്രം. അദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ ഒരു ദാരുണമായിട്ടുള്ള ഒരു വിധിയാണ് അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് വന്ന് പെട്ടത്. ഇപ്പൊ ഭാര്യ മാത്രമേ ഉള്ളൂ. ജോൺസൺ മാസ്റ്റർ മരിച്ചു 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മകൻ ആക്സിഡന്റിൽ മരിക്കുന്നു. 2 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മകളും മരിക്കുന്നു. അങ്ങനെ ആ 3 പേരാണ് ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ആ അമ്മ റാണി മാത്രം ഇവരുടെ എല്ലാം ഓർമ്മകളിൽ അലിഞ്ഞിങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് രാജഹംസമേ എന്നുള്ളത്. KS ചിത്രയുടെ ഞാൻ പറഞ്ഞില്ല, ഹിറ്റുകൾ എല്ലാ ഗായകർക്കും ഹിറ്റുകൾ നൽകുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ KS ചിത്രയ്ക്ക് നൽകിയ വലിയൊരു ഹിറ്റാണ് രാജഹംസമേ എന്നുള്ള ഈ ഒരു പാട്ട്. അപ്പൊ ഞാൻ തൽക്കാലം വിട വാങ്ങുന്നു. ഷീല മേഡം ഈ പാട്ടൊന്ന് പാടിയിട്ട് എല്ലാവർക്കും ഒന്ന് പാടുവാനായിട്ട് കൊടുക്കും. അപ്പൊ ജോൺസൺ മാസ്റ്ററുടെ ഈ ഒരു ഇന്നത്തെ ഈ എപ്പിസോഡിൽ പങ്കെടുത്ത എല്ലാ സഹൃദരേക്കും സുമനസ്സുകൾക്കും സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇന്നത്തെ ഈ ഞായറാഴ്ചയിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും നന്ദി പറയുകയാണ്. അതോടൊപ്പം ജോൺസൺ മാസ്റ്റർ എന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാവും എന്നുള്ള കൂടി ഉറപ്പ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം ഈ ഒരു പാട്ട് കൂടി പാടി നമ്മൾക്ക് ഇന്നത്തെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. സാബു സാർ പ്ലീസ് ഷാബു സാർ, ഇന്ന് പ്രത്യേകത ഉണ്ട്. ഇന്ന് എല്ലാവരും പാട്ട് പാടി, ഓൾമോസ്റ്റ് എല്ലാവരും. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ജോൺസൺ മാസ്റ്റർ നമ്മുടെ ഉള്ളിൽ അത്രയുണ്ട്. അതാണ് അതിന്റെ ഒരു കാര്യം. ഞാൻ സാബു സാർ ഒരു എപ്പിസോഡ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2 എപ്പിസോഡ് പറഞ്ഞത് ഇനി ഒരുപാട് പാട്ടുകളുണ്ട് പാടുവാനായിട്ട്, മനോഹരമായിട്ടുള്ള പാട്ടുകൾ. ഇപ്പൊ മെല്ലെ മെല്ലെ എന്നുള്ള പാട്ടുകളൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. എല്ലാവരും പുറത്തു വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും ഷീല മേഡം ഇതൊന്ന് പാടി എല്ലാവർക്കും ഒന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളൊക്കെ ഒന്ന് പാടും. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു, നമസ്കാരം, നന്ദി, ഗുഡ് നൈറ്റ്. താങ്ക് യു ഷാബു സാർ. തീർച്ചയായും വളരെ സന്തോഷം. എല്ലാവർക്കും ജോൺസൺ മാഷിനെ ഒരിക്കൽ കൂടി മനസ്സിൽ വാക്കുകളിലൂടെ അല്ലെ, നമ്മുടെ ഓർമ്മകളിലൂടെ ഒക്കെ ഓർക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. ആരാണ് പാടുന്ന ഈ പാട്ട്? നമുക്ക് ഈ പാട്ടോടുകൂടി അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും പാടാൻ പറ്റുമെങ്കിൽ പാടും. ഇത് ഇത്ര എളുപ്പം പാടാവുന്ന ഒരു പാട്ടല്ല. അല്ല, രമാമ പാടിക്കോളൂ. പാടു ശീലമാം പാടൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് പാടും. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളിൽ മറുവാക്കു ചൊല്ലുമോ? എവിടെ എന്റെ സ്നേഹഗോരകം? ഓ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോ തോന്നൻ. ഹൃദയരേഖ പോലെ ഞാൻ
എഴുതിയ നൊമ്പരം നിറമിഴിയോടെ തോഴൻ എന്റെ ആത്മരാഗം രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമാ വരുമോ സാഗരങ്ങളിൽ മറുവാക്കു ചൊല്ലുമോ എവിടെ എന്റെ സ്നേഹദൂതൻ ഓ രാജഹംസ. താങ്ക് യു സാർ. ഓക്കെ, രമാവതി മാം പഠിക്കൂ. ആർക്കെങ്കിലും പാടാൻ പഠിക്കൂ കേട്ടോ, പാടും. രമാവതി. പാട്ട് പോയ സാറേ. പാട്ട് യെസ്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കു ചൊല്ലുമോ എവിടെ എന്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ എന്റെ ആത്മരാഗം കേട്ടു നിന്നുവോ വരുമെന്നൊരു കുറിമാനം തന്നുവോ നാഥൻ വരുമോ പറയൂ പറയൂ. താങ്ക് യു സാർ. ഇനി ആരുള്ള വേറെ പാടുന്നുണ്ടോ? ജോസഫ് സാർ. ഇല്ല സാറേ, ഇല്ല. ഓക്കെ, ഒരാർക്കെങ്കിലും പാടാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ, നമ്മൾ ജോൺസൺ മാഷിന്റെ ഒത്തിരി പാട്ടുകൾ വളരെ മനോഹരമായ 2 ആഴ്ചകളിലൂടെ മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാൻ, അല്ലേ? അത്ര മനോഹരമായി പലർക്കും പാടാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച പോലും പാടാൻ പറ്റും. യോഷ് സാർ, ട്രൈ ചെയ്യും. യോഷ് സാർ പാടുന്നോ? പാടിക്കോട്ടെ, പാടട്ടെ. ഇല്ല, പാടുന്ന കാര്യം പറഞ്ഞു. യോഷ് സാർ പാടി. ഷീലമാടെ പാടട്ടെ, ഞാനത് കേട്ടിട്ട്. ഷീലാമ ഒരു ലൈനോടെ പാടി. ഒന്നര പാടി കൊടുക്കും. പാട് രാജഹംസമേ. ഒരു 4 വരി പാടി കൊടുക്കും ഷീലമ. പാടിക്കൊടുക്കണോ? പാടിക്കൊടുക്കാം. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കു ചൊല്ലുമോ എവിടെ എന്റെ സ്നേഹഗായകൻ ഓ രാജഹംസമേ മഴവിൽ കുടിലിൽ
സ്നേഹ ദൂതുമായി വരുമോ? ഓക്കെ ജോർജ് സാർ, ഓക്കെ ചെയ്യൂ. അയ്യോ, ഇതിന്റെ സംഗതി എല്ലാം നമ്മുടെ ആരോഗ്യത്തിന് പറ്റിയതല്ല. സാറേ അല്ല ഞാനും കൂടെ സാർ, പാടട്ടെ. നമ്മൾ സാറിന്റെ ആരോഗ്യം വെച്ച് പാടിയാൽ മതി. അങ്ങനെ വലിയ ബലമൊന്നും പിടിക്കണ്ട, സാറേ വാക്കുകളൊക്കെ ഞാനും കൂടെ ഉണ്ടാകണം. പാടട്ടെ. ഞാനിവിടെ പാടട്ടെ. രാജഹംസമേ മഴവിൽ കുടിലിൽ പ്രേമദൂതുമായി വരുമോ? നിറങ്ങളിൽ മറുവാക്കു ചൊല്ലുമോ? എവിടെയാന്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ മഴവിൽ കുടിലിൽ. ഇത്ര മതി, ഇങ്ങനെയും പാടാം. ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടു തോഴൻ എന്റെ ആത്മരാഗം. യെസ്, അത്ര ഒന്നും വരുന്നില്ല, നീളം. ഇതിന് ഒത്തിരി ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട് അല്ലേ? സാറേ എന്റെ ബാക്കി സ്റ്റാൻസും കൂടി ഒന്ന് കാണിക്കാമോ? ഇതൊക്കെ പാട്ടുകാരുടെ പാട്ടാ. നെക്സ്റ്റ് ഇതും കൂടി കാണിക്കാമോ? ഇത്രേ ഉള്ളൂ. എന്റെ സ്നേഹവാനവും. കാണാലോ. എന്റെ എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിന്നിൽ എന്റെ സ്നേഹവാനവും ജീവനഗാനവും ബന്ധനമാകുമെങ്കിലും നിമിഷമേകമായി ഞാൻ പെയ്തു തോന്നിടാം നൂറായിരമിതളായി നീ വിടരുവാൻ ജന്മം യുഗമായി രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? സാഗരങ്ങളെ മറുവാക്കു ചൊല്ലുമോ? എവിടെ എന്റെ സ്നേഹഗായകൻ? ഓ രാജഹംസമേ. ഓക്കെ, അപ്പൊ ആ ട്രിബ്യൂട്ടോടുകൂടി നമുക്ക് നിർത്താം. ഇനി ആരും പാടുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാന്ന്. അടുത്ത ആഴ്ച നമ്മള് ആരായിരുന്നു പേര് മറന്നുവല്ലോ, കണ്ണൂർ രാജൻ. ഈ ആഴ്ചയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനം. എനിക്ക് തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു, 7th സോ നമുക്ക് അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ മനോഹരമായ പാട്ടുകൾ അല്ലെ, മറ്റേ ഈ ചിത്രത്തിലെയൊക്കെ പാട്ടുകളൊക്കെ. സാറേ നമ്മുടെ ശരത് സാറിന്റെ അമ്മായി അച്ഛനല്ലേ, വൈഫിന്റെ ഫാദറാണ് അല്ലേ? അച്ഛൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് ജോൺസൺ മാഷിനോട് കൂടി നമുക്ക് ഏകദേശം 2 മണിക്കൂർ നമ്മൾ ഇങ്ങനെ പോയി. എനിവേ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സീ യു, ബൈ. വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു സാറേ, കാരണം എല്ലാരും പാടി എന്നുള്ളതാണ്. എല്ലാവരും ആ പാട്ടേ എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്ന പാട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പാടാൻ പറ്റും. നമ്മള് ഇല്ല സാറേ, അത് വൈകിട്ട് വരെ വന്നില്ല. എപ്പോഴാ സാർ ഇട്ടത്? അത് ഞാൻ അവസാനം ഇട്ടെ. പക്ഷെ പാട്ട് ഇടുന്നുണ്ട്. ഈ ജോൺസൺ മാഷിന്റെ പാട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്.
അതിന് കഴിഞ്ഞ ആഴ്ച പക്ഷെ തന്നെ എനിക്ക് സാറേ എനിക്ക് ആ ഗ്രൂപ്പില് ഞാൻ ആ ഗ്രൂപ്പിലില്ല സാറേ. ഗ്രൂപ്പിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയക്കും, ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും കേട്ടോ. പാട്ടിന് വേറെ ഗ്രൂപ്പ് ഉണ്ടാ? പാട്ടിന് ഗ്രൂപ്പ് ഉണ്ട്, എല്ലാത്തിനും ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇടാറുണ്ട്. പാടി പഠിക്കട്ടെ സാറേ. അപ്പൊ ഞങ്ങള് പാട്ടുവിശേഷം എന്ന ഗ്രൂപ്പിൽ നമ്മളെ അതെ മറ്റേതാക്കി ഈ ആഴ്ച നമ്മൾ ഇടാൻ പാട്ട് പറ്റില്ല. പാടി പഠിക്കട്ടെ, സൗണ്ട് ശരിയാവട്ടെ. സൗണ്ട് ഒന്നും ശരിയാകാൻ നോക്കണ്ട, പാട്ടൊക്കെ പാടിക്കും, കുഴപ്പമൊന്നുമില്ല. സാറെ ഗ്രൂപ്പിലിടെ സാറ് PPT ഞാൻ മറന്നുപോയി ക്ലാസ് എടുക്കാണ്ട്. ഞാൻ പി അടക്കാം എന്നാ ഉള്ളത്? ഇന്നലെ ഞാൻ കേറിയിട്ട് അപ്പൊ തന്നെ ഞാൻ അത് രക്ഷപ്പെട്ട് ചാടി. കഴിഞ്ഞു, അത് തരാം, ഡീറ്റെയിൽസ് പറയാം ഞാൻ. മെസ്സേജ് ഇട്ടു കേട്ടോ. ഓക്കെ, സി യു, ഗുഡ് നൈറ്റ്, ബൈ. ഗുഡ് നൈറ്റ്. ഇനി എന്നാ ഉള്ളത്? ഗുഡ് നൈറ്റ്. പറയാം, മെസ്സേജ് ഇടാം. ഓക്കെ, ഗുഡ് നൈറ്റ്.